Second question. Evaluate integral over c e raised to z by z minus 2 where c is any contour enclosing z equal to 2. അപ്പം ഇവിടെ ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 2 ഡി ഇസഡ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇസഡ് ഈക്വൽ ടു 2 എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 2 എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇ റേസ് ടു ഇസഡ് അനലിറ്റിക്കുമാണ്. ഹിയർ ഇസഡ് നോട്ട് ഈക്വൽ ടു 2 ലൈസ് ഇൻസൈഡ് സി ആൻഡ് ഇവിടെ എഫ് ഇസഡ് എന്തായിട്ടാണ് വരുന്നത്? ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ടാണ്. ഈസ് അനലിറ്റിക് എവരിവെയർ, എല്ലായിടത്തും അനലിറ്റിക് ആണ്. Therefore, integral over c f z by z minus z naught by Cauchy's integral formula എന്നും കൂടി എഴുതണേ. by Cauchy's integral formula integral over c f z by z minus z naught is equal to 2 pi I into f of z naught. Therefore, integral over c e raised to z by z minus 2 is equal to 2 pi into f of 2 equal to 2 pi I into e raised to 2 എന്ന് വരും. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഫോർമുല അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇതിന് പകരം നമ്മൾ ഇഫ് സി ഈസ് എ കോണ്ടൂർ ഇൻ വിച്ച് ഇസഡ് ഈക്വൽ ടു 2, നിങ്ങൾക്ക് ഐഡിയ പരീക്ഷ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി ഇരുന്നുള്ളതേ ഉള്ളൂ. ഇഫ് സി ഈസ് എ കോണ്ടൂർ ഇൻ വിച്ച് ഇസഡ് ഈക്വൽ ടു z equal to 2 lies outside, അപ്പോൾ സിയുടെ പുറത്താണ് z equal to 2 വരുന്നതെങ്കിൽ then e raised to z by z minus 2 is analytic ഇൻസൈഡ് സി. സിക്കകത്ത് ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 2 അനലിറ്റിക് ആയിരിക്കില്ലേ, കാരണം സിയിൽ ഇ റേസ് ടു ഇസഡ് അനലിറ്റിക് ആണ്. 1 ബൈ ഇസഡ് മൈനസ് 2 വരുന്നിടത്ത് മാത്രമേ 1 ബൈ ഇസഡ് മൈനസ് 2 അനലിറ്റിക് അല്ലാത്തുള്ളൂ. ഇവിടെ ഇസഡ് ഈക്വൽ ടു 2ൻ്റെ പുറത്തായതുകൊണ്ട് 1 ബൈ ഇസഡ് മൈനസ് 2 അനലിറ്റിക് ആണ്. അപ്പോൾ ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 2 അനലിറ്റിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി എന്ത് നമുക്ക് പറയാം? therefore by Cauchy's integral theorem integral over c e raised to z by z minus 2 dz 0 ആയിരിക്കും. z ഈക്വൽ ടു 2 ഈ പാത്തിൻ്റെ പുറത്താണെങ്കിൽ മൊത്തത്തിൽ അത് അനലിറ്റിക്കായി പോകുന്നതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ z ഈക്വൽ ടു 2 ആ പാത്തിൻ്റെ അകത്തായതുകൊണ്ട് നമ്മൾ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ c z cube minus 6 divided by 2z minus I dz where z naught equal to 1 by 2I lies inside C. അപ്പോൾ z ഈക്വൽ ടു I by 2 ഈ പാത്തിൻ്റെ അകത്താണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ z ക്യൂബ് മൈനസ് 6 ഡിവൈഡ് ബൈ 2z മൈനസ് ഐയെ നമുക്ക് 2 വെച്ച് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ z ക്യൂബ് ബൈ 2 മൈനസ് 3 ഡിവൈഡ് ബൈ z മൈനസ് I ബൈ 2 എന്ന് എഴുതാൻ പറ്റൂല. കാരണം നമുക്ക് z മൈനസ് z നോട്ട് എഫ് ഇസഡ് ബൈ z മൈനസ് z നോട്ട് ഫോമിൽ ആണെങ്കിൽ മാത്രമേ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ z ക്യൂബ് മൈനസ് 6 ഡിവൈഡ് ബൈ 2z മൈനസ് ഐനെ മൊത്തത്തിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ z ക്യൂബ് ബൈ 2 മൈനസ് 6 ബൈ 2 3 2z ബൈ 2 z മൈനസ് I ബൈ 2 എന്ന് കിട്ടി. ഹിയർ z നോട്ട് ഈക്വൽ ടു I ബൈ 2 ലൈസ് ഇൻസൈഡ് C. അപ്പോൾ അതിന് മിച്ചമുള്ള പോർഷൻ എഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? z ക്യൂബ് ബൈ 2 മൈനസ് 3. z ക്യൂബ് ബൈ 2 മൈനസ് 3 ഈസ് അനലിറ്റിക് അല്ലേ? പോളിനോമിയൽ ഫംഗ്ഷനുകളെല്ലാം അനലിറ്റിക് ആണ്, ഈസ് അനലിറ്റിക്. therefore by Cauchy's integral formula
integral over c fz by z minus z naught dz is equal to 2 pi f of z naught. Therefore, integral over c z cube minus 6 divided by 2z minus I dz equal to integral over c z cube by 2 minus 3 z minus I by 2 dz is equal to 2 pi I into f of I by 2. z നോട്ട് എന്ന് പറയുന്നത് I by 2 ആണ്. അപ്പം ഇവിടെ f of z എന്ന് പറയുന്നത് എന്തായിരുന്നു? f of z എന്ന് പറയുന്നത് z cube by 2 pi I f of I by 2 എന്ന് പറയുന്നത് I by 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 മൈനസ് 3. കാരണം എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താ? ഇസഡ് ക്യൂബ് ബൈ 2 മൈനസ് 3 ആണ്. അപ്പോൾ അത് 2 പൈ ഐ ക്യൂബ് എന്ന് പറയുമ്പം മൈനസ് അല്ലെങ്കിൽ നമുക്ക് ഐ ക്യൂബ് തന്നെ ഇടാം. ഐ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് 8 ആണ്. 8 ബൈ 2 16 മൈനസ് 3 എന്ന് വരും അല്ലേ. 2 പൈ ഐ ക്യൂബ് ബൈ 16 മൈനസ് 3 എന്ന് വന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 പൈ I raised to 4 by 16 മൈനസ് 6 പൈ ഐ എന്ന് വരും. 2 പൈ ഐ ഇൻറ്റു അപ്പം നമുക്കിത് പൈ ഐ റേസ് ടു 4 1 ആണ്. അപ്പം പൈ ബൈ 8 മൈനസ് 6 പൈ ഐ എന്ന് കിട്ടും. പൈ ബൈ 8 മൈനസ് 6 പൈ ഐ എന്ന് കിട്ടും.